അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ചിലപ്പോഴൊക്കെ നമ്മൾ നമ്മുടെ സങ്കടങ്ങളും വേദനകളും ഒക്കെ മറ്റുള്ളവരുടെ മുമ്പിൽ അത് പറയാനൊക്കെ വല്ലാതെ പ്രയാസപ്പെട്ടു പോകും. അല്ലെങ്കിൽ നമുക്കൊരു രോഗമുണ്ടെങ്കിൽ ചിലപ്പോൾ ആ രോഗം പോലും ഡോക്ടറുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നിടത്ത് നമ്മൾ വല്ലാതെ അശക്തരായി പോകാറുണ്ട്. പക്ഷെ സഹോദരങ്ങളെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ആരാണ്? അള്ളാഹു പറയുന്നത് റബ്ബുക്കും അഅലമു ബിമാ ഫീ നുഫൂസിക്കും, നിങ്ങളുടെ ഉള്ളിലുള്ളതെല്ലാം അറിയുന്നവനാണ് അവൻ. നമ്മുടെ ഉള്ളിലെ നമ്മുടെ നോവിൻ്റെ നൊമ്പരങ്ങൾ, നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഒക്കെ നമ്മളെക്കാളും അറിയുന്നവൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ്. ആ റബ്ബിന്റെ മുമ്പിൽ നമ്മളിങ്ങനെ അതെടുത്തെടുത്ത് പറയേണ്ട ആവശ്യമില്ലാതെ തന്നെ എല്ലാം അറിയുന്നവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ പറഞ്ഞാൽ പോലും പരിഹാരം കിട്ടാത്ത ഇടങ്ങളിലാണ് പലപ്പോഴും നമ്മൾ സമർപ്പിക്കാറുള്ളത് എങ്കിൽ, നമ്മൾ പറയാതെ നമ്മുടെ പ്രയാസങ്ങൾ അറിയുന്ന നാഥന്റെ മുമ്പിൽ എത്രമേൽ നമ്മുടെ പ്രയാസങ്ങളെ, നൊമ്പരങ്ങളെ, വേദനകളെ ഇറക്കി വെക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. നമുക്ക് പറഞ്ഞുകൂടെ? പ്രവാചകൻ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞതുപോലെ, ഇന്നമ അഷ്കു ബസ്സി വഹുസ്നി ഇലല്ലാഹ്, ഞാൻ എൻ്റെ എല്ലാ വേദനകളും എൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഞാൻ പരാതിപ്പെടുന്നത് എൻ്റെ നാഥനിലേക്കാണ്. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ വേദനകൾ നാഥന്റെ മുമ്പിൽ ഇറക്കി വെക്കുന്ന ദിനത്തിൽ പരിഹാരത്തിന്റെ തുരുത്തുകൾ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു വരും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ.